മോനെ ആശൂട്ടാ, അമ്മ എടുത്തടാ. അമ്മാമ അപ്പുറത്തെ വീട്ടിൽ പണിക്ക് പോയിനി. എന്നാ ഇങ്ങോട്ട് നോക്കിയേ, ഇതാ മാമന്റെ ഒരു സമ്മാനം. എന്നാ താങ്ക് യു. മോനെ, ചേച്ചി എവിടെ? ചേച്ചി ഉള്ളിൽ കിടക്കുവാന്ന്. എന്നാലെങ്കിലേ അമ്മാമ്മേനെ കണ്ടിട്ട് വരാം കേട്ടോ. ചേച്ചി പിന്നെ കാണാം. ഓക്കെ. അല്ല നാരായണ ചേച്ചി, നിങ്ങളെടയിൽ പോയത്? ഞാൻ പൈസ എടുത്ത് വരുമ്പോഴേക്ക് നിങ്ങൾ ഒറ്റ കിഞ്ഞു വഞ്ഞു പോയാ? എന്താ പറ്റിയേ മോനെ? ഞാൻ ഓള് പറയുന്നത് കേട്ടിട്ടാ? ഓൾ അങ്ങനെ എന്തെല്ലാം പറയുന്നതാണ് ചേച്ചി, അത് നിങ്ങൾ കാര്യാക്കണ്ട. ഇനി എന്താ ആവശ്യം ഉണ്ടെങ്കിലും നാരായണ ചേച്ചി പറയണം കേട്ടാ. ദൈവം നിന്നെ അനുഗ്രഹിക്കും മോനെ, നീ നന്നായി തരും. അല്ല നാരായണ ചേച്ചി, എന്താ പൈസക്ക് ഇപ്പൊ അത്യാവശ്യം വന്നു പോയേ? എടാ എനിക്കറിയില്ല എടാ എൻ്റെ കാര്യം. ഇവിടെ പണിയെടുത്തിട്ട് വേണം എൻ്റെ മക്കളെ നോക്കാൻ. എൻ്റെ മോക്കാണെങ്കിൽ ഇപ്പൊ സുഖമില്ല. ഈടെല്ലാം കാണിച്ചിട്ട് മോക്ക് ഒരു സുഖമായിട്ടില്ല. ഇനി ടൗണിൽ കൊണ്ടുപോകണം. ഞാൻ ഏടുന്നാടാ പൈസ എടുക്കേണ്ടത്? അന്നേരമാണ് നീ വന്നേനെന്ന് അറിഞ്ഞത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ വന്നു. എന്നിട്ടാ നിങ്ങളിത് പറയാണ്ട് കിഞ്ഞു പാഞ്ഞു വന്നേ? നിങ്ങൾ വേഗം പണിമതിയാക്കിയാട്ടെ, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. വേഗം പോയി റെഡിയാവ്. ഓക്കെ. ഇതുപോലെയുള്ളവർ നമുക്ക് ചുറ്റിലും ഉണ്ടാകാം. ആർഭാടത്തിനും അത്യാഗ്രഹത്തിനും വേണ്ടി നാം ഓരോന്നും വെട്ടിപ്പിടിക്കുമ്പോൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. തന്നെ കൊണ്ടാവുന്നതെന്തോ അത് കൊടുത്ത് നമുക്കും അവരെ ചേർത്ത് പിടിക്കാം.